മുമ്പുണ്ടായിരുന്ന ഒന്നാം ലോക മഹായുധം, രണ്ടാം ലോക മഹായുധങ്ങളൊക്കെ കൂടുതൽ മെക്കാനിക്കലായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇനി വരുന്ന ഈ കാലഘട്ടങ്ങളിൽ 2001 21ാം നൂറ്റാണ്ടിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പക്ഷേ കൂടുതലും സൈബർ വാർ അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമായിരിക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്നാണ് 2017 തന്നെ ഈ എലോൺ മസ്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതുപോലൊരു ട്വീറ്റ് ചെയ്യണേക്കാൾ മുമ്പ്, അതായത് വാർ ഈസ് ഇന്നവറ്റബിൾ, അത്യന്താപേക്ഷികമെന്നാണ് ഇന്നവറ്റബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത് ആവശ്യകരമാണെന്നാണ് പറയുന്നത് എലോൺ മസ്ക്. അപ്പോൾ അത് പറയണേക്കാളും 6-7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എലോൺ മസ്ക് അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം റിസ്ക്കുകൾ ഈ കാലഘട്ടത്തിൽ ഭയങ്കര കൂടുതലാണ്. ഒരു അഗ്നിപർവ്വതം, എത്യോപ്യയിലെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം, ആക്റ്റീവായിരിക്കുന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ പോലെ തന്നെ ഈ ഭൂമി മൊത്തമാകും വലിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വരുന്ന ഒരു യുദ്ധം ഒരുപക്ഷെ ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമായിരിക്കില്ല, സൈബർ അറ്റാക്കും അതുപോലെ തന്നെ AI ഉപയോഗിച്ചിട്ടുള്ള യന്ത്രങ്ങളോ അങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രവചിക്കാൻ സാധിക്കും. ഈ അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകം എത്രയും പെട്ടെന്ന് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടായിരിക്കാം ഈ എലൺ മസ്ക് പറഞ്ഞത് വാർ ഈസ് ഇന്നവറ്റബിൾ. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക് ഇന്നവറ്റബിൾ എന്നാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത്യന്താപേക്ഷികം എന്നാണ്. അപ്പോൾ യുദ്ധമുണ്ടായാലാണ് പല കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്നായിരിക്കാം എലൺ മസ്ക് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്.